നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഗസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ലെബനനെ ലാക്കാക്കി നീക്കങ്ങൾ ശക്തമായിരുന്നു. പേജർ സ്ഫോടനത്തിലൂടെ തുടക്കമിട്ട സംഘർഷം കരയുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ. മേഖലയിൽ സംഘർഷം മുറുകുന്നതിനിടെ ഏത് നിമിഷവും കരയുദ്ധത്തിന് സൂചന നൽകി ഇസ്രായേൽ സൈന്യാധിപൻ രംഗത്ത് വന്നു. വടക്കൻ ഇസ്രായേലിലെ ലെബനൻ അതിർത്തിയിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഹെർസി ഹലൈവി. എല്ലാ ദിവസവും ലെബനിലേക്ക് ആക്രമണം നടത്തണമെന്ന് അദ്ദേഹം സൈനികരോട് ആവശ്യപ്പെട്ടു. അതേസമയം ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം തുടരുകയും ചെയ്യണമെന്ന് ഹലൈവി ഓർമ്മിപ്പിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലെബനൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് സന്ദേശവും നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ യുദ്ധം ലെബനീസ് ജനതയോട് അല്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹിസ്ബുള്ളക്കെതിരാണ് നെതന്യാഹു പ്രധാനമായും രംഗത്ത് വന്നത്. ലെബനീസ് ജനതയ്ക്കുള്ള സന്ദേശം പങ്കുവച്ച നെതന്യാഹു ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചം ആകരുതെന്ന് ലെബനൻ ജനതയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രായേലിന്റെ യുദ്ധം ലെബനൻ ജനതയോടല്ലെന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയോടാണ് എന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീഡിയോ സന്ദേശത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ലെബനനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാം. ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല, ഹിസ്ബുള്ളയോടാണ്. വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു. അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു, അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗസയിലും ഇസ്രായേൽ പ്രതിരോധം തീർക്കുകയാണ്. എന്ത് വില കൊടുത്തും ഹമാസിനെ തുരത്തി ഓടിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അത് ഏത് നരകത്തിൽ പോയാലും നേരിടുന്ന രീതിയിൽ പരിശീലിക്കപ്പെട്ട ചാരസംഘടനയാണ് ഇസ്രായേലിന്റെ മൊസാദ്. ശത്രുക്കളെ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ഉന്മൂലനം ചെയ്യുകയോ ചെയ്യുന്ന കാര്യത്തിൽ മൊസാദ് ലോകത്തെ നമ്പർ 1 തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിനെ ഞെട്ടിച്ച ഹമാസ് ആക്രമണം മൊസാദിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. ഈ തിരിച്ചടിക്ക് സകല ശക്തിയുമെടുത്ത് പകരം വീട്ടുന്നതാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ കാണുന്നത്. ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള യുദ്ധം വീണ്ടും ശക്തമാവുകയാണ്. ഫലസ്തീൻ ജനങ്ങളെ മറയാക്കി വച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ യുദ്ധം നടത്തുന്നത്. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ പ്രത്യാക്രമണങ്ങളിൽ ഫലസ്തീനിലെ ജനങ്ങളും ബലിയാടാകുന്നു. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആദ്യഘട്ടത്തിൽ അമ്പരന്നുപോയ ഇസ്രായേൽ തിരിച്ചടിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ഗസ മുനമ്പ് വേദിയായത്. ഇസ്രായേൽ സൈന്യം ഗസ മുനമ്പിൽ തുടർച്ചയായി ബോംബാക്രമണം നടത്തി. ഗസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം നാശം വിതയ്ക്കുകയും ചെയ്തു. ഗസയിൽ ഹമാസ് ഭീകരർ ഉപയോഗിച്ചിരുന്ന 23 കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമിച്ചു. ഇതിനു പുറമെ ഹമാസിന്റെ 22 ഭൂഗർഭ താവളങ്ങളും ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും കൈയും കാലും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പലരും. ഇസ്രായേലിനെ തീർക്കുമെന്ന് കൽപ്പിച്ച് ഇറങ്ങിയവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിരവധി ഭീകര നേതാക്കളാണ് ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.